അന്താരാഷ്ട്ര അക്കാദമിക് മികവും ഉന്നതതല ഗവേഷണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പുമായി അമൃത വിശ്വവിദ്യാപീഠം. ആഗോള അക്കാദമിക് സഹകരണത്തിനും ഗവേഷണത്തിനും നവീകരണത്തിനുമായി ഒമാനിലെ UTAS-ഉം അമൃത വിശ്വവിദ്യാപീഠവും ധാരണയായി. UTAS-ലെ ഉന്നതതല പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനത്തിലാണ് ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവെച്ചത്. അന്താരാഷ്ട്ര അക്കാദമിക് മികവും ഉന്നതതല ഗവേഷണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് ഒമാനിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസുമായി ചേർന്ന് അമൃത വിശ്വവിദ്യാപീഠം കൈക്കൊണ്ടത്. ഒമാനിലെ UTAS-ഉമായി അമൃത വിശ്വവിദ്യാപീഠം സഹകരിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി. അമൃത വിശ്വവിദ്യാപീഠം പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ മനീഷ വി രമേശ്, UTAS മുസന്തം വൈസ് ചാൻസലർ ഡോക്ടർ സയ്യിദ് ബിൻ ഹമദ് ബിൻ സയ്യിദ് അൽ റുബൈ എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. എഞ്ചിനീയറിംഗ്, സാങ്കേതികവിദ്യ, അപ്ലൈഡ് സയൻസ് എന്നീ മേഖലകളിൽ സംയുക്ത ഗവേഷണ സംരംഭങ്ങൾ, അക്കാദമിക് മൊബിലിറ്റി, പ്രത്യേക പാഠ്യപദ്ധതി രൂപകൽപ്പന എന്നിവയിലാണ് പ്രധാനമായും സഹകരിക്കുക. ആശയങ്ങളെ പ്രായോഗിക പരിഹാരങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് സർവകലാശാല അധികൃതർ അറിയിച്ചു. UTAS മുസന്തം അസിസ്റ്റന്റ് വൈസ് ചാൻസലർ ഡോക്ടർ അഹമ്മദ് ബിൻ സയ്യിദ് ബിൻ അഹമ്മദ് അൽ ഷഹ്രി, റിസർച്ച് ആൻഡ് കൺസൾട്ടൻസി വകുപ്പ് മേധാവി ഡോക്ടർ കൃഷ്ണപ്രിയ ഗോഡ്വിനാനന്ദ്, വൈസ് ചാൻസലർ ഓഫീസ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ബിൻ മുഹമ്മദ് അൽ അറാമി, ഫോളോ അപ്പ് സെഷൻ മേധാവി ഫരീദ് ബിൻ മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ജലന്താനി എന്നിവരാണ് ഉന്നതതല പ്രതിനിധി സംഘത്തിൽ ഉണ്ടായത്. വിദ്യാർത്ഥികൾക്ക് ലോകോത്തര അക്കാദമിക് ജ്ഞാനം നേടുന്നതിനൊപ്പം അവരുടെ കഴിവുകൾ സമൂഹത്തിന്റെ നന്മയ്ക്കായി വിനിയോഗിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിൽ അമൃത സ്വീകരിക്കുന്ന സമീപനം ശ്രദ്ധേയമാണെന്ന് UTAS പ്രതിനിധി സംഘം അഭിപ്രായപ്പെട്ടു. എഡ്യൂക്കേഷൻ ഫോർ ലൈഫ്, എഡ്യൂക്കേഷൻ ഫോർ ലിവിംഗ് എന്ന അമ്മയുടെ ദർശനത്തോടുള്ള ആദരം സംഘം രേഖപ്പെടുത്തി. സന്ദർശനത്തിന്റെ ഭാഗമായി പ്രതിനിധി സംഘം അമൃതയുടെ കോയമ്പത്തൂർ, അമൃതപുരി ക്യാമ്പസുകളും അമൃത മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയും സന്ദർശിച്ചു. ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ലാൻഡ് സ്ലൈഡ് ലാബ്, ഫ്ലെക്സിബിൾ ഇലക്ട്രോണിക്സ് ലാബ്, അമ്മച്ചി ലാബ്സ്, ബയോടെക്നോളജി ലാബ്സ്, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ഗവേഷണ ലാബുകൾ തുടങ്ങി അമൃതയുടെ അത്യാധുനിക സൗകര്യങ്ങളും വിലയിരുത്തിയ ശേഷമാണ് സംഘം മടങ്ങിയത്. അമൃത ന്യൂസ്, കൊല്ലം.